നീ എത്രയൊക്കെ കെഞ്ചിയാലും എന്റെ മനസ്സ് മാറില്ല. എന്തെന്നാൽ നന്ദിനിയെ ഇല്ലാതാക്കുമെന്ന് തീരുമാനിച്ചതാണ് ഞാൻ. നിങ്ങൾ ആ തീരുമാനം മാറ്റി മതിയോ? ഒരിക്കലുമില്ല. നന്ദിനിയുടെ മരണം എന്റെ കൈകൾ കൊണ്ടാകുമെന്നത് നിശ്ചയമാണ്. ഗ്രഹണ സമയത്തിന് മുൻപത്തെ 10ാമത് നാഴികയില് നന്ദിനിക്കെതിരായി എനിക്ക് പൂജ നടത്തിയേ തീരൂ. പൂജ നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതൊരിക്കലും നിനക്ക് തടയാൻ സാധിക്കുമെന്ന് കരുതണ്ട. പൂജ നിർത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ശ്വാസം ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. നന്ദിനിയെ നശിപ്പിക്കാനായി ഇന്ന് വരെ വന്നവരെല്ലാവരും നാശത്തിന്റെ വക്കിലേക്ക് വീഴുകയായിരുന്നു. അത് തന്നെയായിരിക്കും നിങ്ങളുടെയും വിധി. സന്ധ്യ കാണിക്കുന്നത് കത്തി പിടിച്ച് വാങ്ങിക്കാനുണ്ട്. നന്ദിനിയിൽ നിന്ന് രക്ഷപ്പെടാനാ സ്വാമിയെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്തിയത്. എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ നോക്കുക. നന്ദിനിയെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാനാവില്ല അവളെ. നന്ദിനിയുടെ ശത്രുവായിരുന്നില്ലേ സന്ധ്യ നീയും? നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട ഈ സമയത്ത് നിനക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം? ഞാൻ മാറിയിട്ടില്ല. എപ്പോഴും ഞാൻ നന്ദിനിയുടെ ഭാഗത്ത് തന്നെയാ നിൽക്കുന്നത്. നന്ദിനിക്കെതിരെ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാ നിങ്ങളോടൊപ്പാണെന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ചത്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നന്ദിനിയെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. ശത്രുവിനെ കൂടെ നിർത്തി നന്ദിനിയെ എങ്ങനെ ഇല്ലാതാക്കാനാണ്? എത്രയും വേഗം ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും നിങ്ങള്. സ്വാമി, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവള് ലീലേ, നിന്നെ ഇന്ന് മര്യാദയ്ക്ക് വാടി പറഞ്ഞത്. ഇടിയാതെ ഇങ്ങോട്ടേ കൊണ്ടുവന്ന് മാധവി പറയുന്നേ. എല്ലാരും ഒന്ന് അറിയട്ടെ. നടക്കിങ്ങോട്ട്. എന്താ ഇപ്പൊ പ്രശ്നം? എന്തിനാ സന്ധ്യ ഇങ്ങനെ പിടിച്ചു വലിച്ചോണ്ട് വരുന്നത്? ചോദിച്ചു കേട്ടില്ലേ മാധവി? ഇവൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ നീ തന്നെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളും ഇവളെ. എന്തൊക്കെ ഈ പറയുന്നേ? ഇവളുടെ പേര് സന്ധ്യ. ഇവള് മലേഷ്യയിലാണ് താമസിക്കുന്നത് എന്നൊക്കെയല്ലേ നിങ്ങൾ കരുതിയിരിക്കുന്നേ? എന്നാൽ ഇവളുടെ പേര് സന്ധ്യ എന്നല്ല, ഗായത്രി എന്നാ. നന്ദിനിയുടെ കൂടെ നടക്കുന്നൊരുത്തനെ കണ്ടിട്ടില്ലേ? ആ സുകുമാരനെ. അവന്റെ മോളാണ് ഈ നിൽക്കുന്നവള്. വർഷങ്ങൾക്ക് മുൻപ് ഏതോ അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന ഇവളെ മലേഷ്യയിലുള്ള ദമ്പതികളാണ് ദത്തെടുത്തത്. ഇവള് നന്ദിനിയെ സഹായിക്കണമെന്ന ഉദ്ദേശത്തോടെയാ നിന്നോട് പ്രേമം നടിച്ചിങ്ങോട്ട് വന്നത്. രാജശേഖരനെ കൊല്ലാൻ വേണ്ടിട്ട് മാത്രമാ അവൾ ഈ കൊട്ടാരത്തിൽ കഴിയുന്നത്.
ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തിനാ രാജശേഖരൻ ഇവളെ വീട്ടിൽ തന്നെ നിർത്തിയതെന്ന് നിങ്ങൾക്ക് സംശയിക്കാം. ഇവൻ ആത്മാർത്ഥമായിട്ടാണ് ഇവളെ സ്നേഹിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാ. എന്നെങ്കിലും സന്ധ്യയുടെ മനസ്സ് മാറുമെന്ന് അദ്ദേഹം കരുതിയത്. എന്നാ ഇവൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പൊ പോലും നന്ദിനിയെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവരീ പറയുന്നൊക്കെ ഉള്ളത് തന്നെയാ. ഈ കാര്യമൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ മുരളിയുടെ കല്യാണം ഇവളായിട്ട് ഉറപ്പിച്ച സമയത്തൊക്കെ ഞാൻ തടഞ്ഞത്. അന്ന് നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നൊന്നും കേട്ടില്ല. നമ്മളെല്ലാം നന്ദിനിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവള് നന്ദിനിയെ നശിപ്പിക്കാനായി കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുന്ന ആ നാഗനന്ദിയൻ സ്വാമിയെ കൊല്ലാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇവളുടെ മനസ്സിലെ പ്രതികാരം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സന്ധ്യ, നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാ ഈ കൊട്ടാരത്തിലേക്ക് വന്നതെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നത്. എന്നാ ഇവരെല്ലാം എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? നീ എന്താ സന്ധ്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇങ്ങനെയൊരു ഉദ്ദേശമായിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പോഴതൊന്നും വിശ്വസിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല സന്ധ്യ. മോൾ അമ്മയോട് പറ, സത്യം എന്താണെങ്കിലും പറയേ. നീ ആരും പേടിക്കണ്ട സന്ധ്യ, ഉള്ള സത്യം പറയേ. ഞാൻ നന്ദിനിക്ക് വേണ്ടി രാജശേഖരനെ കൊല്ലം മനസ്സിലുറപ്പിച്ച് തന്നെയാ നിങ്ങളുടെ ഈ വീട്ടിലേക്ക് വന്നേ. പക്ഷെ ഞാനിവിടെ വന്ന് മുരളിയെ കണ്ടതിന് ശേഷം നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയെന്നുള്ളത് സത്യം. നിന്റെ മനസ്സ് മുഴുവൻ പകയും പ്രതികാരവും മാത്രമേ ഉള്ളൂ. പിന്നെ നീ എന്നെ സ്നേഹിച്ചത് എങ്ങനെയാടി സത്യമാവുന്നേ? നിനക്ക് പ്രതികാരം ചെയ്യാനായിട്ട് നീ എന്നെ കരുവാക്കായിരുന്നല്ലേ? ഇത്രയും കാലം നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിന് നീ എനിക്ക് തന്ന കൂലിയായിരിക്കുമല്ലേ ഇത്? ഇന്ന് അവളെ അടിക്കരുത്. എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് മുമ്പ് തന്നെ ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റില്ലേ? അതോട് വിട്ടേക്ക്. ഇവള് ചെയ്ത തെറ്റുകൾക്ക് ഇവള് അനുഭവിക്കാതെ പോവില്ല മുരളി. നീ ഇവളെ അടിച്ചോടുന്ന ഒരു കാര്യമില്ല. ഇനി ഇവളെ ഈ വീട്ടിൽ തന്നെ നിർത്തുന്നത് തീരെ ശരിയല്ല. ഉടനെ ഇവളെ പറഞ്ഞുവിടാൻ നോക്ക്. ഇവൾക്ക് ഈ വീട്ടിൽ ഇനി ഒരു സ്ഥാനമില്ല. അത് വേണ്ട ഗംഗെ. ഇവള് തിരികെ നന്ദിനിയുടെ അടുത്ത് പോയാൽ അവളെ നശിപ്പിക്കാൻ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെല്ലാം ഇവൾ അറിയിക്കും. ഇപ്പൊ തൽക്കാലം ഇവളെ ഒരു മുറിയിൽ അടച്ചിടുന്നതാ നല്ലത്. ആദ്യം ആ നന്ദിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ഇവൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ഓടി, വരാ. വാ. ഓടി, നടക്കങ്ങോട്ട്. നടക്കാൻ. പോളി.
അപ്പൊ ഇവള് കാരണമാണ് ആ നന്ദിനി ഇത്ര നാളും രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി അവളെ ആരാ രക്ഷിക്കാൻ വരുന്നേന്ന് എനിക്കൊന്ന് കാണണം. അയ്യോ, ഇനി എങ്ങനെ ഞാൻ നന്ദിനിയെ രക്ഷിക്കാം? ഇവിടെ നടക്കുന്ന കാര്യങ്ങള് എനിക്ക് എങ്ങനെയെങ്കിലും നന്ദിനിയെ അറിയിക്കണമല്ലോ. എന്താ അതിനൊരു വഴി ഈശ്വര? അമ്മേ ഭഗവതി കാട്ടമ്മേ. പറയൂ ഗായത്രി. നന്ദിനി, നിന്നെ ചതിക്കാനുള്ള പ്ലാൻ നടക്കുക ഇവിടെ. നിന്നെ നശിപ്പിക്കാനായിട്ട് അരുണും മാധവിയും ചേർന്ന് നാഗനന്ദിയൻ എന്നൊരാളെ ഇങ്ങോട്ട് വരുത്തിയിരിക്കുക. അവരെന്നെ ആരെയൊക്കെ വരുത്തിയാലും എന്നെ അവരാരും ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. അത്ര സാധാരണ ഇതിനെ കാണല്ലേ നന്ദിനി? നന്ദിനി, നിന്നെ പോലെ തന്നെ ഒരുപാട് ശക്തിയുള്ള അപൂർവമായൊരു ജന്മമാണ് നാഗനന്ദിയന്റേതും. അവൻ 3 തലയുള്ള സർപ്പമായി മാറി സംസാരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. തലയുള്ള നാഗമായി മാറുന്നത് നീ കണ്ടെന്നോ? സത്യമാണോ ഈ പറയുന്നേ? ഞാൻ സത്യമാണ് പറഞ്ഞത്. അവന്റെ പേരിൽ നിന്നും രൂപം കണ്ടിട്ടും അവന് നാഗവംശത്തിൽ പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. മാധവിയുടെ മാന്ത്രിക ശക്തി വെച്ച് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടാ ഈ നാഗനന്ദിയനെ വരുത്തി നിന്നെ നശിപ്പിക്കാൻ അവര് പദ്ധതി ഇടുന്നത്. ഞാൻ ആ നാഗനന്ദിയനോട് സംസാരിച്ചതാ നന്ദിനി. അവനെല്ലാം തീരുമാനിച്ചാ വന്നിരിക്കുന്നേ. എനിക്ക് വല്ലാതെ പേടിയാവാ നന്ദിനി. മുന്നിലുള്ള ഈ ആപത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടേ തീരൂ. നീ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കാതിരിക്കെ. പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ശ്രദ്ധിച്ചോളാം ഗായത്രി. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച് നീ എന്നെ വിളിക്കുന്നത് അവിടെ ആരെങ്കിലും കണ്ടാ അത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. നീ എന്നെ പറ്റി ചിന്തിച്ച് വിഷമിക്കരുത്. അച്ഛൻ അടുത്തുണ്ടോ നന്ദിനി? അച്ഛൻ അടുത്ത് തന്നെ ഉണ്ട് ഗായത്രി. നീ ഇതിനെപ്പറ്റി ഒന്നും അച്ഛനോട് പറയണ്ട. അദ്ദേഹം വല്ലത് പേടിക്കും. എന്തൊക്കെ നടക്കുന്നെന്ന് അച്ഛനും കൂടെ ഒന്ന് അറിയണ്ടേ? നീ ഫോൺ അച്ഛനും കൊടുക്ക്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുന്നേ. ശ്രദ്ധിച്ചോളെന്ന് പറഞ്ഞില്ലേ? അച്ഛനോട് കൂടി പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടും. നീ വേഗം അച്ഛന് ഫോൺ കൊടുത്തേ. ഗായത്രിയെ സംസാരിക്കുന്നേ. എന്താ മോളെ? പറയും മോളെ ഗായത്രി. അച്ഛാ, ആ അരുണും മാധവിയും നാഗനന്ദിയൻ എന്നൊരാളെ വരുത്തി നന്ദിനെ ഇല്ലാതാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുക. നാഗനന്ദിയനോ? നന്ദിനിയോട് ഇക്കാര്യമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ. അവള് ശ്രദ്ധിച്ചോളാം എന്നോട് പറഞ്ഞിരിക്കുന്നെ. പക്ഷെ അത് പോരച്ചാ. ഇതിനു മുമ്പ് മാധവി പൂജ നടത്തിയപ്പോ ഗംഗയെ രക്ഷിക്കാനായി വന്ന് അകപ്പെട്ടു പോയവളാ നന്ദിനി. ഇപ്രാവശ്യം അവൾ അതുപോലെ എങ്ങാനും വരികയാണെങ്കിൽ അതൊരു വലിയ ആപത്തായി മാറും. അതുകൊണ്ട് അവള് പുറത്തു പോവാതെ അച്ഛൻ വേണം ശ്രദ്ധിക്കാൻ. ശരി മോളെ, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ഞങ്ങളുടെ നന്മയെ കരുതിയിട്ട് മാത്രമല്ലേ ആ ചതിയന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത്? ആരെയും കബളിപ്പിക്കാൻ കെൽപ്പുള്ള രാജശേഖരന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ നീ അവനെ കബളിപ്പിക്കല്ലേ ചെയ്യുന്നത്? അവനെ ഒരിക്കലും നിനക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല മോളെ. ആ മാധവിയുടെ കയ്യിലും പെടാതെ ശ്രദ്ധയോടെ കഴിയണേ മോളെ. എനിക്ക് എന്തു സംഭവിച്ചോട്ടെ, അച്ഛനും നന്ദിനി എന്നും നന്നായിരുന്നാ മതി. അച്ഛൻ നന്ദിനിയുടെ കൂടെ തന്നെ വേണം. അവളെ ശ്രദ്ധിക്കണേ അച്ഛാ. നന്ദിനിക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോ ഈ അച്ഛൻ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നന്ദിനിക്ക് ഒരാപത്തും വരാതെ ഈ അച്ഛൻ നോക്കിക്കോളാം. ധൈര്യമായിരിക്കും മോളെ. ആ ശരി അച്ഛാ, ഇന്ന് ഞാൻ പിന്നെ വിളിച്ചോളാം. നന്ദിനി, ഒരുപാട് ആപത്തുകളാണ് നിന്റെ ചുറ്റിലും. നീ അതൊന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോകുമോ എന്നാ ഗായത്രിയുടെ പേടി. മോള് പുറത്തോട്ടൊന്നും പോകരുതെന്നാണ് ഗായത്രി പറയുന്നത്. വല്ലാതെ പേടിച്ചിരിക്കുക സത്യത്തിൽ എന്റെ മോള്. അവൾ എന്നോട് അതൊക്കെ തന്നെയാ പറഞ്ഞ്. അവൾ എന്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കോ? ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല.
അതേ സമയത്ത് അവിടെ വന്നിരിക്കുന്ന നാഗനന്ദൻ ആരാണെന്ന് അറിയേണ്ട അത്യാവശ്യം വന്നിരിക്കാം. ഇത് തന്നെയാണ് നാഗനന്ദിനോട് സംസാരിക്കാൻ പറ്റിയ സമയം. ഇന്ന് നാഗനന്ദിനെ കുറിച്ച് ഗായത്രി എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മായശക്തിക്കും 3 തല നാഗത്തിനും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. ആ നാഗനന്ദിനും 3 തല നാഗമാണെന്നല്ലേ പറഞ്ഞേ. അയാൾ എനിക്ക് മായശക്തിയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം പറഞ്ഞു തരും. അതിനു മുൻപ് ഗായത്രി കണ്ടൊന്ന് സംസാരിക്കണം. ഗംഗ ഉറങ്ങാതെ ഈ നേരത്തെ എന്താവും തിരയുന്നത്? ഇവളുടെ കണ്ണിലെങ്ങാനും പെട്ട ഒച്ച ഉണ്ടാക്കി വീട്ടിലുള്ള എല്ലാവരും ഉണർത്തും. അത് പിന്നീട് പ്രശ്നമാവും. ഞാനിവിടെ വന്ന കാര്യം ആരും അറിയിക്കാതെ തിരിച്ചു പോകുന്നത് നല്ലത്. മുരളി, ഇപ്പൊ വീട്ടിലേക്ക് ആരെങ്കിലും വന്നിരുന്നോ? ആരും വന്നില്ല. ശരി. അല്ല, നീ എന്താ ഉറങ്ങാതെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നേ? ഉറക്കം വന്നില്ല. നീ എത്രയോ തവണ സന്ധ്യയെ പറ്റി എന്നോട് പറഞ്ഞതാ. ഞാൻ അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നിന്നെ തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്തേ.
സോറി ഗംഗെ. ഇപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കിയല്ലോ, അത് മതി. നീ ഇങ്ങനെ നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ പോയി കിടന്നുറങ്ങും മുരളി. ഇപ്പൊ നടന്നതൊക്കെ ഒരു സ്വപ്നാണെന്ന് കരുതി എല്ലാം മറക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായിരുന്നു ഏട്ടാ, ഉറങ്ങായിരുന്നില്ല? എന്തിനാ വന്നേ? നിന്നെ കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. എന്താ മുരളി പറയുന്നത്? പാവം മുരളി സന്ധ്യയെപ്പറ്റി ആലോചിച്ച് ഉറക്കം വരാതെ ഇവിടെ വന്നിരിക്കാം. കല്യാണത്തിന് മുമ്പ് തന്നെ സന്ധ്യയെപ്പറ്റി അറിഞ്ഞല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കുക. അച്ഛൻ വന്നു പറഞ്ഞ് സന്ധ്യയെപ്പറ്റി പറഞ്ഞ് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞേക്കാം. ലൈഫ് എന്ന് പറയുന്നത് ബൂമറാങ് പോലെ മുരളി. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.